നമസ്കാരം, ഞാൻ ബൈജു നായർ. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ നമ്മൾ കണ്ട ഒരു ചെറിയ സുന്ദരി ഇപ്പോൾ ധാരാളം സിനിമകളൊക്കെ അഭിനയിച്ച് ധാരാളം അംഗീകാരങ്ങളൊക്കെ നേടി തമിഴിലുമൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ലിജോ മോളാണ് ഇന്ന് നമ്മുടെ ഇപ്പോൾ അതിഥി. നമസ്കാരം ലിജോ. നമസ്കാരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കണക്ക് വിക്കിപീഡിയൊക്കെ ശരിയാണെങ്കിൽ 10 വർഷം കൊണ്ട് 30 സിനിമയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ലിജോ മോള് എണ്ണിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ധാരാളം അംഗീകാരങ്ങൾ, പ്രത്യേകിച്ച് ജയ്ഭീം പോലുള്ള നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്, നാളെ ഒരു സിനിമ റിലീസാണ്, ഉന്മാദം എന്നാണ് ആ സിനിമയുടെ പേര്. കിരൺദാസ് ആണ് സംവിധാനം. അത് എഴുതിയിരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഷാഹിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇന്നലെ ഷാഹിയെ വിളിച്ച് ലിജോ മോളെ നമുക്കൊന്ന്, ഈ സിനിമയുടെ പ്രൊമോഷൻ മാത്രമല്ല നമ്മളെപ്പോഴും ചെയ്യുന്നത് വണ്ടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് വിളിച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ വിളിച്ചു തന്നു. അതിന് മുമ്പ് ഞങ്ങൾ ഒരു പനമ്പള്ളിയാറിലൊരു റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടു. അന്ന് ഞാൻ ആദ്യം ലിജോ മോളോട് പറഞ്ഞു, അയ്യോ ഇത്രയും കുഞ്ഞു വെച്ചായിരുന്നോ ഇതെന്ന് ചോദിച്ചു. കാരണം നമ്മളൊക്കെ കാണുമ്പോൾ സിനിമ കാണുമ്പോൾ ഒരു വലിയ അല്ല, ശരിക്കും ഭയങ്കര വലുപ്പമൊക്കെ തോന്നും. പക്ഷേ ഇച്ചിരി ആണല്ലേ? അത് എന്തിനാ വലുപ്പമല്ലേ, ഒരു സ്പാർക്ക് മതിയല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ലിജോ മോളുടെ അഭിനയത്തിൻ്റെ കാര്യം. പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് സിനിമയിൽ വന്ന ആളാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ കിടക്കുന്നുണ്ട്. അത് വാഹനമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു വണ്ടിയെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വെച്ചു വണ്ടി ഉണ്ടോ? വണ്ടിയുണ്ട്, ഓടിക്കും, ഇത് മതി എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ പോണ്ടിച്ചേരി സ്റ്റേഷൻ വന്നിരിക്കുന്നത്? ഞങ്ങൾ പോണ്ടിച്ചേരിയിലായിരുന്നു ഒരു 1-2 വർഷത്തോളം. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചതും പോണ്ടിച്ചേരിയിലാണ്. അത് കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞിട്ട് അരുൺ അവിടെ ഒരുമിച്ച് പഠിച്ചാ? അപ്പോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് എടുത്ത വണ്ടിയാണ്. ശരി. എന്നിട്ട് ഓടിക്കാൻ തുടങ്ങിയ ഏത് കാലം തൊട്ടാ? ഓടിക്കാൻ ഞാനൊരു എനിക്ക് തോന്നുന്നു 2017 എന്തോ ആണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വണ്ടി ഓടിക്കലും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഈ വണ്ടി എടുത്തൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്ത്. ഇപ്പൊ സ്ഥിരമായിട്ട് ഓടിക്കുന്നുണ്ട്? ഓടിക്കും. നാട്ടിലേക്കൊക്കെ പോവാ? കട്ടപ്പനയിലല്ലേ? അല്ല, മുണ്ടക്കയല്ലേ? ഞാൻ പാമ്പാടിയാ. നമ്മളെ നാട്ടുകാരാ. സന്തോഷം. അപ്പൊ ഈ കട്ടപ്പന ഋതിക് റോഷനൊക്കെ വന്നോണ്ടായിരിക്കും പിന്നെ അവിടുത്തുകാരിയാന്നൊരു മനസ്സിൽ. ഇടുക്കിയാണ്. പക്ഷെ ഇപ്പോ ഞങ്ങള് വീട് വെച്ച് മാറിയത് മൊത്തത്തില് മുണ്ടക്കയത്തേക്ക് ഷിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു 10 കൊല്ലത്തോളൊക്കെ ആയി. ശരി. അപ്പൊ വീട്ടില് അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യായിരുന്നു? അമ്മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അച്ഛൻ കൃഷി പരിപാടിയൊക്കെ. അപ്പൊ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടും എനിക്ക് വീട്ടില് നമുക്ക് വണ്ടി ഇല്ലാതിരുന്നോണ്ട് അങ്ങനെ ഓടിക്കാനൊരു ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വണ്ടി നമ്മുടെ ആദ്യത്തെ വണ്ടി ഇതാണ്. അരുൺ വണ്ടിപ്രാന്തനാണോ? അരുണ് ഉണ്ട്. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ശരി. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കട്ടയിലേക്ക് എത്തിയത് അല്ലേ? ഓട്ടോമാറ്റിക്കാ? അല്ല, മാനുവൽ. ഇപ്പൊ നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ? മാനുവൽ കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഓടിക്കും. ഏത് സിനിമയിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ച്? ഇപ്പൊ ഞാനൊരു തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതിലാണ് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ളതിൽ കുറച്ചധികം ഓടിക്കേണ്ടത്. ഏത് വണ്ടിയായിരുന്നു അത്? ഓടി. ആണോ? എല്ലാം പഠിച്ചു, കുഴപ്പമില്ല. അപ്പൊ ഉന്മാദത്തിൽ വണ്ടി ഓടിച്ചോ? ഉന്മാദത്തില് ഇല്ല. ഉന്മാദം ഏത് തരം പടവാ? ഷാഹി ആയതുകൊണ്ട് അതിന്റെ ചാക്കോച്ചനത് ഇതിലൊക്കെ പറയുന്നത് കേട്ടു, ഷാഹിയാന്ന് വിചാരിച്ച ഒരു ബ്ലാക്ക് സാധനമൊന്നും അല്ല ഇതെന്നൊക്കെ. ഡാർക്ക് അല്ല. എനിക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഷാഹിക്കയുടെ പോലീസ് സിനിമകളിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു ത്രില്ലർ ജോണറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത്രയും ഡാർക്ക് ആയിരിക്കില്ല സിനിമ. കുറച്ചുകൂടി ഒരു കമ്പയർ ചെയ്താൽ കുറച്ചുകൂടി ഒരു ലൈറ്റർ ഒരു വെർഷൻ. പോലീസ് ആയിട്ടാണോ ലിജോമോള്? അല്ല, ചാക്കോച്ചനാണ് പോലീസ്. ഞാൻ ചാക്കോച്ചന്റെ വൈഫ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. വേറൊരു ഫാക്ടറിയിൽ ഒരു സൂപ്പർവൈസിങ് ജോബ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു. കിരൺദാസ് ആദ്യമായിട്ടാണോ സിനിമ ഡയറക്ട് ചെയ്യുന്നത്? അതെ. അതും ടി സീരീസ് ഒക്കെ പ്രൊഡക്ഷൻ അല്ലേ? അതെ, പനോരമ സ്റ്റുഡിയോസ്. അവർ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതൊക്കെ വലിയ സംഭവമല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാനറൊക്കെയാണ് അല്ലേ വരുന്നത്. അതിൽ തന്നെ അഭിനയിക്കുകയും ചെയ്തു ലിജോമോള്. മൊത്തം ഈ പറഞ്ഞ യാദൃശ്ചികതകളാണ്. എന്താണ് പറയുന്നത്, അതാണ് ലിജോമോളുടെ ജീവിതം. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വന്നു പെട്ടു അല്ലേ? എങ്ങനെയുണ്ട് ആ സിനിമ മൊത്തത്തിൽ? എന്താണ് അതിനെപ്പറ്റി, അതിന്റെ ഒരു ജോണറൊക്കെ എന്താണ്? ത്രില്ലറാണ്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടുള്ള സിനിമകളെ പോലെ അല്ലാതെ ഇതിലൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റും കൂടി വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഹൊറർ എലമെന്റും കൂടി. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറീസിൽ എവിടെയും അങ്ങനെ ഒരു പോലീസ് എന്ന് പറയുമ്പോൾ അതിലൊരു ഹൊറർ എലമെന്റ് വരാനുള്ള സാധ്യത അല്ലാതെ കുറവാണ്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റും കൂടി വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഷാഹിക്കയുടെ സിനിമകളിലൊക്കെ ഉള്ളത് പോലീസുകാരുടെ ജീവിതമാണ്.
അപ്പോൾ ഇതിലും ഈ പറയുന്ന ചാക്കോച്ചൻ്റെ ഷെല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഒക്കെ നേരിടുന്ന കുറേ അല്ലെങ്കിൽ കടന്നു പോകുന്ന കുറേ ഇമോഷൻസ് അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലൈഫിൽ കൂടിയുള്ള ഒരു ജേർണിയാണ്. ഈ ഷാഹിയുടെ കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു പോലീസ് കുറേ കാലം ജോലി ചെയ്ത ആളാണ് പോലീസ്, ഇത്രയധികം കഥകൾ ആയിട്ടാണ് ഇറങ്ങി പോകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ എന്തൊക്കെ തരം കഥകളാണ് വരുന്നത്, പോലീസുകാരെ ഞെട്ടിപ്പോയി, ഇത്രയധികം കഥകളുമായിട്ടാണ് മനുഷ്യൻ പോകുന്നുള്ള കാര്യം. ഇനി ഒരുപാട് സ്റ്റോക്കിലുണ്ടെന്ന് അടുത്ത് വരാനുള്ള സിനിമകളും എനിക്ക് തോന്നുന്നു വരാനുള്ളതൊക്കെ അങ്ങനെ കോസ്റ്റ്യൂം മാറ്റണ്ട ഒരേ സാധനത്തില്ലേ. അപ്പം അങ്ങനെ ഉന്മാദം വരികയാണ്. അപ്പോൾ ഉന്മാദം തീർച്ചയായിട്ടും ഷാഹിയുടെ സിനിമ ആയതുകൊണ്ട് നന്നാകും. കാരണം ഷാഹി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സിനിമ സംവിധാനം ചെയ്തതാണെങ്കിലും ഇലവിഴ പൂഞ്ചിറ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളൊന്നായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ റോന്തൊക്കെ അറിയാമല്ലോ, റോന്തിൻ്റെ ഒരു പ്രൊമോഷൻ എന്നല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ലിജോ മോളുടെ ജീവിതത്തിലേക്ക്, ഈ ലിജോ എന്ന് പറയുന്ന പേരിന് ആണുങ്ങൾ പേരില്ല ലിജോ അല്ലേ? എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ലിജോ. എനിക്കും എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ലിജോ ഉണ്ടല്ലോ. എനിക്ക് പരിചയമുള്ള ഭവി ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത്, ഇപ്പം അച്ഛൻ കർഷകനായിരുന്നു, അമ്മ ഇങ്ങനെ പോകുന്നു, ഒരു തരത്തിലും സിനിമ അഭിനയമൊന്നും സ്കൂളിൽ സ്റ്റേജിൽ കയറുമായിരുന്നോ? ഇല്ല. ഞാൻ വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ടീച്ചേഴ്സിന് പോലും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും മിടുക്കിയായ ഒരു സ്റ്റുഡൻ്റ് എന്നൊന്നും പറയാൻ അങ്ങനൊന്നും ഇല്ല. യൂട്യൂബേഴ്സിന്റെ ഭാഷ പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി അല്ലേ? എല്ലാവരും ഞെട്ടി. ആദ്യമായിട്ട് ഇതിലേക്ക് ആദ്യത്തെ സിനിമയിലേക്ക് മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് വരുമ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? നീ എങ്ങനെ അവിടെ എത്തിയെന്നൊരു ചോദ്യം എല്ലാവരും അത് ഇപ്പോഴും പറയാറുണ്ട് ഫ്രണ്ട്സ് ഒക്കെ. നീ സിനിമയിൽ എത്തുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എത്തിയ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്കൊക്കെ അതൊരു അന്ന് അതൊക്കെ ഒരു ഞെട്ടലായിരുന്നു എന്ന് പറയാറുണ്ട്. ശരി. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഓഡീഷന് വേണ്ടി ഒരു ഫ്രണ്ട്സ് ആരോ ഫോട്ടോ അയച്ചു അല്ലേ? അതെ, ഞാൻ തന്നെയാണ് അയച്ചത്. ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ അയച്ചു. പക്ഷെ അതെന്താ അങ്ങനെ തോന്നി? ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ ഫോട്ടോ അയക്കാൻ പറഞ്ഞു, ഞാൻ അയക്കില്ല, കാരണം എനിക്ക് അറിയില്ല അഭിനയിക്കാൻ. എനിക്കും അറിയില്ല എന്തുകൊണ്ടാണ് ആ ഒരു ധൈര്യം എങ്ങനെ വന്നു? അയച്ചു നോക്കാം. അയക്കുന്നത് ഓക്കെ, കാരണം ഒരുപാട് പേര് ഫോട്ടോസ് അയക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവര് സെലക്ട് ചെയ്ത് വിളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രോസസ്സാണ്. അപ്പൊ എന്തായാലും അവിടേക്കൊന്നും എത്തില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് ഫോട്ടോ അയച്ചത്. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ പറഞ്ഞ സമയത്തും ഒക്കെ ഇങ്ങനെ അഭിനയം വന്നോ? ഇല്ല, എന്നെ ഇതുപോലെ ഓഡീഷന് വിളിച്ചു. ഓഡീഷന് വിളിക്കുമ്പോൾ തന്നെ ഉണ്ണിമായ ചേച്ചിയാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഉണ്ണിമായ ചേച്ചിയോട് പറഞ്ഞു, ഇല്ല ഞാൻ തമാശക്ക് ഫോട്ടോ അയച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, എന്നാലും വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പറയുന്നു. അപ്പം വീട്ടിലത്തെ ആദ്യത്തെ ഒരു റിയാക്ഷൻ അമ്മയുടെ വക വഴക്കാണ്. കാരണം ഞാൻ അഭിനയിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവര് വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വരുന്നു. വീക്കെൻഡിൽ ഞാൻ വരും. ഞാൻ ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീക്കെൻഡിൽ ഞാൻ വരുന്നു. അത് കഴിഞ്ഞ് അവിടെ എത്തി ഓഡിഷന് അകത്തൊക്കെ കയറി വെറുതെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ പഠിത്തം, ഞാൻ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ വെറുതെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ദിലീഷ് ചേട്ടൻ ചോദിച്ചു, ഇപ്പോൾ നമുക്കൊന്ന് ഒരു സീൻ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പറയാം, എനിക്ക് വീട്ടിൽ പോകണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ. അതാ. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു അവർ കുറച്ച് നേരം കൂടെ ഇരുത്തി വെറുതെ കുറേയും കൂടെയൊക്കെ ഒന്ന് സംസാരിച്ച് ഞാൻ കംഫർട്ടബിൾ ആയും തോന്നി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ ദിലീഷ് ചേട്ടൻ പറഞ്ഞു, ഇപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആയി, കംഫർട്ടബിൾ ആയി, ശരി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ സീനല്ല, സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ നിന്റെ അച്ഛൻ കുളിക്കുകയാണ്, അപ്പോൾ നീ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അച്ഛനെ കാണാൻ ഒരാൾ വരുന്നു. അപ്പം അച്ഛൻ വരുന്നത് വരെ, കുളിച്ചിട്ട് വരുന്നവരെ പുള്ളിയെ ഒന്ന് മാനേജ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കരാട്ടെ ചന്ദ്രൻ അതിൻ്റെ ഡയറക്ടർ വരാൻ പോകുന്ന റോയിച്ചനാണ് അന്ന് എനിക്ക് ആ വരുന്ന ആളായിട്ടുള്ള ക്യാരക്ടർ ചെയ്തത്. അപ്പം എന്തൊക്കെയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അതങ്ങനെ പോയി. അങ്ങനെ ഒരു 1-2 ടേക്സ് ഒക്കെ പോയി. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എന്താ ചെയ്തതെന്നോ എങ്ങനെയാ ചെയ്തതെന്നോ എനിക്ക് അറിയില്ല. ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ശരിയായി എന്നൊരു തോന്നൽ വന്നോ? അങ്ങനെയൊന്നും ഞാൻ നോക്കുന്ന പോലെ ഇല്ല. ഞാൻ അന്നേരം എനിക്ക് തോന്നുന്നു ആ ചെയ്യുന്നതിന്റെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ സിറ്റുവേഷൻ തന്നെ. ഇപ്പൊ വന്ന ആളെ, നീ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്, ഇപ്പം വന്നയാളും സിനിമകൾ കാണുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കോമൺ ടോപ്പിക് ഉണ്ട് സിനിമ. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു സംസാരം പോകുന്നത് എന്നുള്ള രീതിക്ക് അങ്ങനെ ആ കോൺവെർസേഷൻ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ പറഞ്ഞു പോയി. പിന്നെ ഇതേ സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ വന്ന ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ എങ്ങനെയായിരിക്കും ഓ നീ സംസാരിക്കുക എന്നുള്ള ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സിറ്റുവേഷനും കൂടി തന്നത്, നീ അവസാനം കണ്ട സിനിമ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് നീ പറഞ്ഞു കൊടുക്കുന്നു. ഓ ഇതിപ്പോൾ റോയിച്ചനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്ക് പറയാം. റോഹിച്ചനാണ് ആദ്യത്തെ നായകൻ. അതെ, റോയിച്ചനാണ് ആദ്യത്തെ നായകൻ. അപ്പൊ പറയാൻ പറഞ്ഞു, അതും കഴിഞ്ഞു. അതോടുകൂടി ഓടി രക്ഷപ്പെട്ടു. അതെ, അതോടുകൂടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണ് സിനിമയിലേക്ക്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അവര് വിളിക്കില്ല. പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചും പോയി. ക്ലാസ് ഉണ്ട്, അപ്പോ വീക്കെൻഡിൽ വന്നു, അറ്റൻഡ് ചെയ്തു, തിരിച്ചു പോയി. PG ആയിരുന്നു. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ. അത് പൂർത്തിയാക്കിയോ? PG കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ എന്നിട്ട് അവിടെ ക്ലാസ് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ഒരു ഇന്റർവ്യൂ കണ്ടത് അല്ലേ? ക്ലാസ് ഇരിക്കുമ്പോൾ ഫോൺ വരുന്നു, ഉണ്ണിമായ ചേച്ചിയുടെ ഫോൺ വരുന്നു. അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചേച്ചിക്ക് മെസ്സേജ് ഇട്ടു, ഇതേപോലെ ഞാൻ ക്ലാസ്സിലാണ്. അപ്പോഴും എനിക്ക് ഉറപ്പാണ് കിട്ടില്ല, അപ്പൊ ഇവര് സെലക്ട് ആയില്ല എന്ന് പറയാനാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചേച്ചി എനിക്ക് റിപ്ലൈ തന്നു, എന്നാൽ കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ലിജോയുടെ പെർഫോമൻസ് ഒക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ബ്യൂട്ടി പാർലറിൽ പോകരുത്, ത്രെഡ് ചെയ്യരുത്. അപ്പം നമുക്കൊരു ഗ്രൂമിങ് സെഷൻ ഉണ്ടാവും, അതെന്താണെന്നുള്ളത് പറയാം. അപ്പോഴത്തേക്കും അത് ലിജോളപ്പം അങ്ങ് സമ്മതിച്ചു. കാരണം എനിക്കതിൻ്റെ ഒരു സീരിയസ്നെസ് അങ്ങനെ മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ വരുന്നു എന്ന് പറയുമ്പോഴും എനിക്കത് അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്ര ഹെവി സാധനം മനസ്സിലായിരുന്നു. മറ്റേ ഫഹദും ദിലീഷ് പോത്തനും ഭീകരന്മാരൊക്കെ ഉള്ള ഫഹദാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാസ്റ്റിംഗ് കോളിന്റെ സമയത്ത് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അല്ല, അതും ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇല്ല, പക്ഷെ അത് ഒരു സീരിയസ്നെസ്. പിന്നെ എനിക്ക് തോന്നുന്നു ദിലീഷ് ചേട്ടനെ ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ എനിക്കും പുതിയ ആളുകളാണ് എന്നുള്ള ഒരിതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വലിയ ഡയറക്ടർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം അറിയില്ല. എനിക്ക് ആകെ അറിയുന്ന ആഷിഖ് അബു എന്നുള്ള പേരുണ്ട്, അത് മാത്രമേ അറിയുള്ളൂ. ബാക്കി അങ്ങനെ ആരെയും എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ സിനിമ കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക് അങ്ങനെ സിനിമയോടൊരു വലിയ ആഗ്രഹമോ അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു വളർന്ന ഒരാളൊന്നും അല്ലാത്തത് കൊണ്ട് അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോഴും ഓക്കെ എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമ എനിക്ക് തോന്നുന്നു എപ്പോഴും അങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തത് അല്ലേ? അത് ശരിക്കും ഇപ്പം നമ്മുടെ ഇന്റർവ്യൂവില് സൈജു ഗ്രൂപ്പ് പറഞ്ഞായിരുന്നു, സൈജുവിനെയൊക്കെ നിർബന്ധിച്ചാരോ വിട്ടതാ അല്ലേ? അങ്ങനെയൊക്കെ വിട്ടിട്ട് പുള്ളി ഇപ്പം ഏത് ലെവലിലെത്തി. അപ്പൊ അതൊരു വല്ലാത്ത സാധനമാണ് സിനിമ അല്ലേ? ഒരുപാട് ആഗ്രഹിച്ച് വരുന്നവരും ഉണ്ട്. അല്ല, അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്നാ പോലും. അപ്പൊ ഇത് വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പം എന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തു പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു വീട്ടില്? ഏതായാലും ഞാൻ എന്തോ ചെയ്തിട്ടായിരിക്കണമല്ലോ, അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല വിളിച്ചത്, എന്നാ നോക്കാന്നുള്ളത്. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അമ്മ വഴക്ക് പറയലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കെപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്കന്ന് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഇത്ര % അറ്റൻഡൻസ് വേണം എന്നുണ്ട്. അപ്പോൾ അതിന് താഴേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇവർ ഡേറ്റ്സ് വിളിച്ച് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലിതാ, ആ സമയത്ത് എനിക്കെന്തോ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ ആ എക്സാം എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിനനുസരിച്ചിട്ട് എനിക്കൊന്ന് ഡേറ്റ്സ് റെഡിയാക്കി തരണം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? അത് 10-12 ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്ന് തോന്നിയത് ഏത് നിമിഷത്തിലാണ്? മഹേഷിന്റെ പ്രതികാരത്തിൽ എനിക്ക് തോന്നിയെന്ന് ഞാൻ പറയില്ല. അതിൽ സത്യമായിട്ടും ഞാൻ ദിലീഷ് ചേട്ടൻ എന്നോട് വന്ന ഓരോ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്നോട് എന്ത് ചെയ്യാനാണോ പറഞ്ഞത് അത് ചെയ്യാൻ നോക്കി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും എനിക്ക് ദിലീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ അഭിനയിക്കണ്ട, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നീ ആയിരുന്നെങ്കിൽ നീ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്തേനെ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അല്ല, ശരിക്കും നമുക്ക് കാണുമ്പോഴും അത് തന്നെയാണ് തോന്നുന്നത്. നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി എന്ത് ഗംഭീരമായിട്ട് എന്ത് നാച്ചുറലായിട്ട് ചെയ്തത്. ഈ ഫാസിലിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പുള്ളി കാണിച്ചു തന്നു, നമ്മൾ ചെയ്തു, പുള്ളി മൊത്തം അഭിനയിച്ച് കാണിക്കുമെന്നാണല്ലോ പറയുന്നത് അല്ലേ? ദിലീഷ് ചേട്ടൻ അതെ, ദിലീഷ് ചേട്ടൻ നന്നായി ചെയ്ത് കാണിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ചിന്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ദിലീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും പോയി. വീണ്ടും എന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു. സിനിമ പറ്റി ടെൻഷൻ ഉണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? എൻ്റെ ഒരു ചെറിയ ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങുന്നു, അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നു, സിനിമ തന്നെ വേറൊരു തലത്തിലേക്ക് പോകുന്നു, ഇന്റർവ്യൂസിന് ആളുകൾ വിളിക്കുന്നു. അപ്പം അതേപോലെ എനിക്ക് തോന്നുന്നു
മധുപാൽ സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന്. പിന്നെ ജയസൂര്യ വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഞാൻ ആലോചിക്കുക അതിന് മാത്രം എന്താണ് ഈ സിനിമയിലുള്ളത്, എന്റെ ക്യാരക്ടർ വളരെ ചെറുതല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ, ഞാൻ സിനിമ കണ്ടിട്ടില്ല അന്ന്. കാരണം എനിക്ക് സ്ക്രീനിൽ കാണാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ സിനിമ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നില്ല. അപ്പം സിനിമ കാണാനായിട്ട് വരാൻ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ വന്നില്ല. എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിയ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കട്ടപ്പനയിൽ എനിക്ക് തോന്നുന്നൊരു സ്വീകരണം ഉണ്ടായിരുന്നു ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അന്ന് ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ നിന്ന് തന്നെയാണ് എനിക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ പോയി നിർബന്ധിതയായതാണ് പോയി കാണാൻ. ഇല്ലെങ്കിൽ ഞാൻ സിനിമ കാണാൻ പോലും നിൽക്കില്ല. വീട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് അതിന് മാത്രം എന്താണ് എനിക്കത് മനസ്സിലാവുന്നതേ ഇല്ല. അപ്പോൾ ഈവൻ കോളേജിലാണെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും മലയാളികളായിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഇയാളാണോ ഈ സിനിമയിൽ അഭിനയിച്ചതെന്നൊക്കെ വന്ന് ചോദിക്കാൻ വരെ തുടങ്ങി. അപ്പം ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ട് പോവും. പക്ഷെ ആളുകൾ മെസ്സിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത്രയുമൊക്കെ ആളുകൾ തിരിച്ചറിയാനും മാത്രം ആ ക്യാരക്ടർ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ഒരു പേടിയായിരുന്നു. അല്ലാതെ ഒരിക്കലും അതൊരു എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുശേഷം വന്ന ആ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് വന്നത് എൻജോയ് ചെയ്തു, അതോ അതും ടെൻഷനായിരുന്നോ? ഞാൻ കുറെ കാലം ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞോണ്ടിരുന്നു. കുറെ കാലം. അത് മാറിയിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ആണെന്ന് പറയാൻ എനിക്ക് പേടിയാണ്. അപ്പൊ കുറെ നാൾ ഞാൻ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ പേരുകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായില്ല അത് നുണ പറഞ്ഞാൽ നുണയാണെന്ന് ആളുകൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അപ്പൊ ആ ചെയ്യുന്നത് മോശമാണെന്ന് മനസ്സിലാക്കി പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ ഒരിക്കലും ഞാൻ എപ്പോഴും എനിക്കൊരു ക്രൗഡ് എനിക്ക് ആങ്സൈറ്റി ഉള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ആസ് എ പേഴ്സൺ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് എന്നല്ല, അതുകൊണ്ട് എനിക്ക് എല്ലാ കാലത്തും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത് എനിക്ക് പേടിയാണ്. ആരെങ്കിലും നോക്കുന്നു എന്നോ അല്ല എന്നെ തിരിച്ചറിഞ്ഞു എന്നോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. ഒരു പ്രമുഖ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി ഒരിക്കൽ ലുലു മാളിൽ ഫുൾ ബ്ലാക്ക് മറ്റേ ഇതിട്ടിട്ട് കണ്ണ് മാത്രം കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരാൾ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു കണ്ണ് കണ്ടിട്ട്. അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നുണയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ വിളി ഉടനെ വന്നല്ലോ അല്ലേ? നാദർഷയുടെ വക വിളി വന്നു. അപ്പോഴത്തേക്കും തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് സിനിമ ഒരു പ്രൊഫഷൻ ആക്കി ഒരു കരിയർ എന്നുള്ള രീതിക്ക് ചൂസ് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. എൻ്റെ പ്ലാൻ അപ്പോഴും PG കംപ്ലീറ്റ് ചെയ്തിട്ട് PhDക്ക് പോവുക, അത് കഴിഞ്ഞ് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോവുക, അത് തന്നെയാണ്. അപ്പോൾ ഇതും ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടർ പോലെയല്ല, രണ്ടും ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ രണ്ടും രണ്ട് തരം ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്തതിലേക്കുള്ളൊരു വിളി എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ പോയി ചെയ്തതാണ്. അത് പക്ഷെ നല്ലൊരു റോളായിരുന്നു. അതെ അതെ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡബ്ബിങ് ഭയങ്കര രസമാണ്. അതൊക്കെ എങ്ങനെയാണ് അത് ചെയ്തത്? അതൊക്കെ അവരുടെ ഒരു ഇത് പറഞ്ഞ അനുസരിച്ച് അങ്ങ് ചെയ്താണോ? എൻ്റെ മധുചേട്ടൻ, ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഡയറക്ടർ മധുചേട്ടനാണ് മഹേഷിന്റെ പ്രതികാരത്തിൽ എൻ്റെ ഡബ്ബിങ് ഇരുന്നത്. ചോദിച്ചാൽ അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന്. കാരണം എനിക്കതിലൊരു എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നാച്ചുറലി ആ സമയത്ത് ഈ നമ്മളൊരു ചെയ്തു വെച്ചൊരു സീനിലെ ചിരി നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അന്ന് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം എനിക്ക് തോന്നുന്നു മഹേഷിന്റെ പ്രതികാരത്തിന്റെ അന്ന് ട്രെയിലർ ഇറങ്ങിയ സമയം, അപ്പോൾ ആ ട്രെയിലർ കട്ടില് വിഷ്വൽസ് എന്തോ സ്പൈഡർമാൻ്റെ വിഷ്വൽസും ഇതിന്റെ ഓഡിയോ മാത്രം വെച്ചിട്ട് എന്തോ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ടിട്ടില്ല. ഇത് കണ്ട് നിനക്ക് ചിരി വന്നാൽ ചിരിച്ചോ എന്ന് പറഞ്ഞ് സൗണ്ട് എഞ്ചിനീയർ അടക്കം എല്ലാവരും അതെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ട് എനിക്കിത് തന്ന് ഹെഡ്സെറ്റ് എല്ലാം റെഡിയാക്കി തന്ന് അവർ പുറത്തിറങ്ങി നിന്ന് ഞാൻ അത് കണ്ട് എനിക്ക് ചിരി വന്നത്. ആ ചിരി റെക്കോർഡ് ചെയ്താണ് ആ ഒരു പെർട്ടിക്കുലർ സീനിൽ അവരത് ചെയ്തിരിക്കുന്നത്. അത്രയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഡബിങ് എനിക്ക് കുറച്ചുകൂടി ടഫായിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കട്ടപ്പന ഋതിക് റോഷന്റെ സമയത്തൊക്കെയും ഞാൻ ഡബിങ്ങിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആദരവ് തോന്നുന്നൊരു കാര്യം ഡബിങ്. അതെ, അത് കാരണം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ആ സമയത്ത് നമ്മളെ ഡയലോഗ് പറയാനൊക്കെ, ആ ഒരു ഇമോഷനോട് കൂടി. പക്ഷെ ഡബിങ്ങിൽ ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് നിന്നിട്ട് വേണം അത് റീക്രിയേറ്റ് ചെയ്യാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് പോകെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് അതൊന്ന്
ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തമിഴിലും ഒറ്റയ്ക്ക് സ്വന്തമായിട്ടാണോ ഡബ് ചെയ്തത്? തമിഴിലില്ല. എൻ്റെ ആദ്യത്തെ സിനിമ സിവപ്പ് പച്ച എന്ന് പറയുന്ന മൂവി, അത് ഞാൻ ഡബ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല. കാരണം എനിക്ക് തമിഴ് മനസ്സിലാവും എന്നല്ലാണ്ട് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. എനിക്കൊന്നും ജയ് ഭീമാണ് ഞാൻ ആദ്യമായിട്ട് തമിഴിൽ ഡബ് ചെയ്ത മൂവി. അതും ഞാൻ ഡബ് ചെയ്യാൻ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ ഷൂട്ട് കഴിയുന്നൊരു സമയമായപ്പോഴേക്കും ഡയറക്ടർ തന്നെ പറഞ്ഞു, സൂര്യ സാർ ആയാലും പറഞ്ഞു, ഇങ്ങനെ ഇത് ലിജോ തന്നെ ഡബ് ചെയ്യാൻ നോക്കണം, കാരണം ഇത് വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിച്ചാൽ ഇതിനോട് എത്രത്തോളം ആ ഒരു ഇത് കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നീതി പുലർത്താൻ പറ്റും എന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ട്രൈ ചെയ്ത. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഞാൻ ആ സിനിമ മൊത്തത്തിലൊരു 5 തവണയെങ്കിലും പോയി വന്ന് ഡബ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണം അത് നോർമൽ തമിഴുമല്ല, നമ്മൾ സ്ഥിരം കേൾക്കുന്ന തമിഴിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട്. ആ ഒരു ഡയലക്റ്റ് കുറച്ച് ഡിഫറെൻ്റ്. അപ്പം അത് പിടിച്ച് സംസാരിക്കാന്ന് പറയുന്നത് എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടായിരുന്നു. അത് കുറച്ചധികം ശ്രമപ്പെട്ട് ചെയ്ത. ഇപ്പം പിന്നെയും ഞാൻ തമിഴ് സിനിമകൾ ഡബ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് ഈ പറയുന്ന മലയാളം ഒരു ചൊവ്വ വരും ചിലത്. അപ്പോൾ ഈ 2 സിനിമകൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സിനിമയാണെന്ന് ഉറപ്പിച്ചോ ജീവിതം? അല്ല, ഇടയ്ക്കൊരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു, ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു എനിക്ക് PhD എടുത്തിട്ട് എനിക്ക് ഇനിയും പഠിപ്പിക്കാൻ. എനിക്കൊന്ന് ജയ് ഭീമിന് മുമ്പ്, ജയ് ഭീം ഇപ്പം ഞാൻ സിവപ്പ് പച്ച എന്ന് പറഞ്ഞ മൂവി സംഭവിച്ചു. അത് ഈ കട്ടപ്പന ഋതിക് റോഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത മൂവിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും മലയാള സിനിമകൾ 1-2 ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും തോന്നി ഇല്ല, ഞാൻ തിരിച്ച് അല്ല എന്നാലും എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിക്ക് എനിക്കൊരു കോൺഫിഡൻസ് അപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ടീച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ PhDക്ക് പ്രിപ്പയർ ചെയ്യാം, നെറ്റിന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ഉള്ള പരിപാടികളൊക്കെ നോക്കുമ്പോഴാണ് ജയ് ഭീമിലേക്ക് അവർ ഓഡിഷന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അവരോട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പോവാൻ നോക്കിയിടത്തുനിന്നൊക്കെ വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അവർ വിളിച്ചിട്ടൊന്ന് സീനൊക്കെ അയച്ചു തന്നു, ഒരു സീൻ പ്രിപ്പയർ ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ചെന്നൈക്ക് പോകുന്നു. ഈ പറയുന്ന പോലെ അവിടെയും ഓഡിഷൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം തമിഴ് അറിയാമെന്നല്ലാണ്ട് തമിഴിൽ എനിക്ക് പറഞ്ഞ് പെർഫോം ചെയ്യാൻ ഞാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല എനിക്ക്. എനിക്കൊന്നൊരു ഇമോഷണൽ സീനാണ്. അപ്പം അത് ഡയലോഗ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ടെൻഷനാണ്, ഞാൻ അടുത്ത വാക്ക് എന്താന്ന് ഓർത്ത് പെർഫോം ചെയ്യുമ്പോൾ പറ്റുന്നില്ല. അവസാനം ഡയറക്ടർ പറഞ്ഞു, നിനക്ക് ഇതിൻ്റെ കണ്ടന്റ് മനസ്സിലായില്ല, അപ്പം നീ മലയാളത്തിലൊന്ന് പറഞ്ഞ് പെർഫോം ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് സമയം ചോദിച്ച് എൻ്റെതായ രീതിക്ക് അതിനെ മലയാളത്തിലേക്ക് ആക്കി ഞാൻ പെർഫോം ചെയ്തു. അങ്ങനെയാണ് ജയ് ഭീമിലേക്ക് അവരെ. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതൊരു 2D പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു സോഷ്യൽ കോസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മൂവി എന്നുള്ളതിനപ്പുറം പറഞ്ഞില്ല. അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞിട്ട് കഥ ഫുൾ നറേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ അവർ പറഞ്ഞു ഇതേപോലെ കുറച്ച് നാൾ നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും, കാരണം ഇത് നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു കൾച്ചറും ഒക്കെയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. പക്ഷെ ഇത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ട വരും എന്നറിയില്ല. എലിയെ തിന്നു എന്ന് പറയാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് അത് ചിക്കന്റെ ടേസ്റ്റ് പോലെയൊക്കെ. എനിക്ക് അത്രയും അതെന്താന്ന് വളരെ ചെറുത് പേരിന് വേണ്ടി കഴിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ അത് കഴിക്കുന്നവരാണ്. ഈ പറഞ്ഞ ലോകത്തിന് എല്ലാ രാജ്യത്തും പല രാജ്യങ്ങളും കഴിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മൾ കുതിര കഴുതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, മറ്റേ ക്രൊക്കഡൈൽ കഴിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ബീഫിന്റെ ടേസ്റ്റാ. ഇതിന്റെ രൂപം ഓർക്കായിരുന്നാ മതി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ കഴിക്കുന്ന ഇതിനെ ആണല്ലോ എന്ന് നമ്മുടെ തലയിലുണ്ടാവും. നമ്മളിവിടുന്ന് ഡ്രൈവ് ചെയ്ത് ലാൽ ജോസും ഞങ്ങളുടെ ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ നമ്മൾ കസാഖിസ്ഥാനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒന്നും ഭാഷയില്ല, ഇംഗ്ലീഷ് അറിയാൻ വയ്യ. അതൊക്കെ ഒരു 1000 കിലോമീറ്റേഴ്സൊക്കെയാണ് 2 സിറ്റികളുടെ ഇടയ്ക്കുള്ള ദൂരം. അതിനിടയ്ക്കൊന്നും ഒന്നുമില്ല, ആകെ ഒരു പെട്രോൾ പമ്പ് കാണും, അതിൻ്റെ സൈഡിൽ കുഞ്ഞ് റെസ്റ്റോറൻറ്റ് പോലെ, അവിടെ ഇറച്ചി പുഴുങ്ങി വെക്കും, ബ്രെഡും കാണും. ഇത് എന്ത് ഇറച്ചിയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുതരാമെന്ന് അറിയാൻ വയ്യല്ലോ. ആദ്യത്തെ 1-2 ദിവസം ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ടു. എന്ത് പട്ടിയല്ല പാമ്പല്ല, ഇത് രണ്ടും ഉറപ്പിക്കണം. അവസാനം ലാൽ ജോസ് എന്താ വെച്ചാൽ കുറേ മൃഗങ്ങളുടെ പടം ഡൗൺലോഡ് ചെയ്ത് ഫോണിലിട്ടു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് ഇല്ല ഇത് പട്ടിയും പാമ്പല്ല ഉറപ്പിച്ചിട്ട് പിന്നെ കഴിക്കും, എന്തായാലും കുഴപ്പമില്ല. അത്ര ഉള്ള കാര്യം. അപ്പോൾ ഈ തമിഴ് സിനിമയിലും മലയാള സിനിമയിലുള്ള ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കാര്യമായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഭാഷയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസമുള്ളത്. പിന്നെ ഇവിടെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ് നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. അവിടെ ഒരു
ഹയറാർക്കി ഉണ്ട് എപ്പോഴും. കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുമ്പോൾ പോലും സൂര്യ സർ എന്ന് കൂട്ടിയാണ് പറയാ. അവിടെ സീനിയർ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫീമെയിൽ ആക്ടേഴ്സ് ആയാലും മെയിൽ ആക്ടേഴ്സ് ആയാലും നമ്മൾ സർ അല്ലെങ്കിൽ മാം എന്ന് വിളിക്കാറുണ്ട്. അതിപ്പം ഡയറക്ടേഴ്സ് പോലും നമ്മളെ അങ്ങനെ വിളിക്കും. ഇവിടെ നമ്മൾ അങ്ങനെ ഇവിടെ ലിജോ എന്ന് വിളിക്കുക, അപ്പം ഞാൻ ദിലീഷ് ഏട്ടാ എന്നാണ് വിളിക്കുക. അപ്പം ഡയറക്ടേഴ്സിനെയും അവിടെ സാർ എന്ന് വിളിക്കണം. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടോ? ഫുഡിന്റെ കാര്യത്തിലുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേ ലൈറ്റ് ബോയ്സ് ഒരു ഫുഡ് ഇല്ല, അതെനിക്ക് അങ്ങനെ ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എത്തിച്ചു തരും. അത് ചിലപ്പം ബാക്കി നമ്മുടെ ടീമിലുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബേസിക് ഫുഡ് എല്ലാം ഒന്ന് തന്നെയാണ്. ഏതാ കംഫർട്ടബിൾ? ഈ പറഞ്ഞ ചേട്ടാ വിളിച്ച് ഇവിടെ നിൽക്കുന്നതാണ് ഇവിടെ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ഇവിടെയാണ് ബെറ്റർ. പിന്നെ അതൊരു വേറൊരു കൾച്ചറാണ്. ഇപ്പൊ നമ്മള് വേറെ ഏത് ഇൻഡസ്ട്രി പോയാലും ആ ഒരു നാടിന്റെ കൾച്ചറിന്റെ വ്യത്യാസം കൂടി ഉണ്ടാവും തീർച്ചയായിട്ടും. അതുപോലെ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മളൊക്കെ വെളിയിൽ നിന്ന് കാണുന്നുണ്ട് മീറ്റു പോലുള്ള സാധനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ലിജോയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? കാരണം ലിജോ സിനിമയിൽ അല്ലാതെ കയറി വന്ന ഒരാളാണ് പെട്ടെന്ന്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനത്തെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒന്നുമില്ല. ഒറ്റയ്ക്കാണോ ലൊക്കേഷനിലൊക്കെ? അല്ല, ഞാൻ അച്ഛൻ ഉണ്ടായിരുന്നു ആദ്യം. ഈ പറയുന്ന എൻ്റെ ഒരു ആദ്യത്തെ എനിക്ക് തോന്നുന്നു ജയ്ഭീമിന് മുന്നേ ഉള്ള സിനിമകൾ വരെ ഏതാണ്ട് എല്ലാ മലയാള സിനിമകളിലും വരെ അച്ഛൻ കൂടെ വരാറുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു അസിസ്റ്റന്റ് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോഴും അവളാണ്. ഒരു 6-7 വർഷങ്ങളായിട്ട് അവളാണ്. അപ്പോൾ അവള് വന്നതിന് ശേഷം ചാച്ചൻ പതുക്കെ റിട്ടയർ ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് തന്നെ തീരുമാനിച്ചു എങ്കിലും ഇടയ്ക്ക് അധ്യാപനമൊക്കെ മനസ്സിൽ കയറി വരുന്നുണ്ടെങ്കിലും ഇനി എനിക്ക് തോന്നുന്നില്ല തിരിച്ചങ്ങനെ ഉണ്ടോ? അല്ല, ഇപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും ജയ്ഭീമിന് ശേഷം ഇല്ല. ജയ്ഭീമിന് ശേഷമാണ് ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നത്. എന്നോട് ചോദിച്ചില്ല ആ ഒരു മൊമെന്റ് ഏതാണ് സിനിമ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. അതെനിക്ക് തോന്നി ജയ്ഭീം ഇറങ്ങി അല്ലെങ്കിൽ ജയ്ഭീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഓക്കെ ഇതിപ്പോൾ അതായത് എനിക്ക് പരിചയമില്ലാത്തൊരു ക്യാരക്ടറിനെയും എനിക്ക് പോർട്രേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നത് ജയ്ഭീമിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതുവരെയും വേറൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ വേറൊരു കരിയർ ചൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഈ ജയ്ഭീം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ അതിൽ രൂപം മനസ്സിലാവില്ലല്ലോ അല്ലേ? അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോവാണ് ഇപ്പോഴും തമിഴ്നാട്ടിലല്ലേ? എന്നാലും ശരിയാണ്, അത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പാടാണ്. ഇവിടെ ആണെങ്കിൽ എനിക്കൊന്ന് കുറേ പേർക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ഒത്തിരി കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കളറ് അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ട് മനസ്സിലാക്കാൻ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ആളുകൾ സെർച്ച് ചെയ്യുമല്ലോ, ഇതാരാണ് ഇന്ന ക്യാരക്ടേഴ്സ് ചെയ്തതെന്ന്. അപ്പോൾ ഇന്ന ആളാണെന്ന് അറിഞ്ഞിട്ടൊക്കെ മെസ്സേജ് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം ഞാനാണത് ചെയ്തത്. അപ്പൊ ഏത് മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് ഏതാ? ആരാ? എനിക്ക് നടി ശോഭ, പഴയ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ അതായത് അത്രയും വളരെ ചെറിയ പ്രായത്തിൽ അവര് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അത്രയും ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് മലയാളത്തിലായാലും തമിഴിലായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പുതിയ തലമുറയിലേക്ക് വരുമ്പോഴോ? പുതിയ തലമുറ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപർണ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പേഴ്സണലി അറിയാം, എനിക്ക് സിനിമയിലെ ആദ്യത്തെ ഒരു പരിചയം എന്ന് പറയാനുള്ളത് അപർണയാണ്. പിന്നെ തീർച്ചയായിട്ടും പാർവതി, ശോഭന മാം, ഒരുപാട് പേരുണ്ട്, രേവതി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പം മമിത, അനശ്വര, പുതിയ കുട്ടികളുണ്ടല്ലോ, നിഖില. എത്തരത്തിലുള്ള റോളുകളാണ് ഇഷ്ടം പൊതുവെ? കുറച്ച് ഡാർക്കാണോ അതോ വൈറ്റ് ആണോ? എനിക്ക് മടുത്തു. എനിക്കത് ഇപ്പൊ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഒരു ഇമോഷണലി കുറച്ചൊന്ന് അങ്ങനത്തെ, അതായത് ഒരുപാട് ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കുറെ സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ് വരുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ വളരെ ഇപ്പം കട്ടപ്പന ഹൃതിക് റോഷൻ നമ്മൾ പറഞ്ഞത്. അതെ, പൊന്മാനാണ് എനിക്ക് ഇതിൽ ഇപ്പൊ ഈ അടുത്ത് കിട്ടിയതിൽ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഒരു ഇമോഷണൽ സൈഡ് നോക്കുമ്പോൾ കുറച്ചൊരു ലൈറ്റർ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ എനിക്ക് കുറച്ചൊരു ലൈറ്റർ സിനിമകളുടെ ഭാഗമാകണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ ഒരു അങ്ങനെ ഇന്ന തരം ക്യാരക്ടേഴ്സ് എന്നില്ല. പക്ഷെ ഈ പറയുന്നത് നമുക്ക് ചിരിച്ച് ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പൊ ഒരു കിലുക്കം പോലെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചിരിച്ച് നമുക്ക് അങ്ങനെ ഒരു റിലാക്സ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റുന്ന സിനിമകളുടെ ഭാഗമാകണം എന്ന് ആഗ്രഹം. ഇപ്പൊ കുഴപ്പമില്ല, ആദ്യം തുടക്കത്തിലായിരുന്നു പ്രശ്നം, ഇപ്പൊ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ സിനിമയിലേക്ക് പൂർണ്ണമായും എത്തി നിൽക്കുന്നു അല്ലേ? അരുൺ എന്താ ചെയ്യുന്നത്? അരുൺ ബിസിനസ് ഒക്കെ ആണോ ഇപ്പോഴും? അല്ല, അരുൺ സിനിമ ചെയ്യാൻ ഉള്ള സംവിധാനമാണ്. ഞങ്ങൾ പരിചയപ്പെടുന്ന കാലത്തെ അരുൺ സിനിമ ഒത്തിരി ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരാൾ. അതായത് ലിജോ ഇതിലേക്ക് വരുന്നതിന് മുമ്പ്? അതെ, ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. അരുൺ എൻ്റെ സീനിയർ ആയിരുന്നു, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്.
അപ്പോൾ അരുൺ എനിക്കിങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇല്ല, കാരണം ആ സമയത്ത് സിനിമ വന്നിട്ടില്ല, ആലോചിക്കുന്നില്ല. അപ്പോൾ നോ എന്ന് പറഞ്ഞിട്ട് അതിന് റിപ്ലൈ ചെയ്ത് അതവിടെ ഇല്ല, അതവിടെ കഴിഞ്ഞു. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം അരുൺ ഡയറക്റ്റ് ചെയ്ത ഈ പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതിനു വേണ്ടിയാണ് അന്ന് കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം കണ്ടില്ല, എനിക്കൊന്നൊരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് ഞാനത് കണ്ടപ്പം കുഴപ്പമില്ലാത്തൊരു ഷോർട്ട് ഫിലിം, പിന്നെ ഞാൻ അതിന് കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പരിചയം തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷം ലിജോയ്ക്ക് ഈ ഒരു ഒഡീഷ ഒക്കെ വന്ന സമയത്തും അപ്പം അരുണിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു 2015 മുതൽ അറിയാം. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അരുൺ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ച് ഇരുന്ന ഒരാളാണ് ഒരുപാട്. അപ്പോൾ ഞാൻ നമുക്ക് പരിചയമുള്ള നമ്മുടെ സർക്കിളിലുള്ള ആരെങ്കിലും ഒക്കെ സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ടായി. ആദ്യം വന്നത് ഞാനായി, പ്രതീക്ഷിക്കാതെ സിനിമയിൽ വന്നത് ഞാൻ. അപ്പൊ ഇപ്പൊ ഈ റോളുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ അരുണിന്റെ പങ്കുണ്ടോ? എങ്ങനെയാണ് ഈ കഥയൊക്കെ കേട്ട് ആരാണ് ഇതിന്റെ സെലക്ഷൻ? ഇല്ല, തീർച്ചയായിട്ടും കഥകൾ കേട്ട് കഴിഞ്ഞിട്ട് എല്ലാ കഥകളും പറയാറുണ്ട്. പക്ഷെ അതിൽ അരുണിന്റെ അഭിപ്രായം പറയുന്നുള്ളതിനപ്പുറത്ത് അത് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ ലിജോ മോൾ ചെയ്തത്? എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത് ചെയ്തതിൽ പൊന്മാനായിരിക്കും, പിന്നെ ജയ് ഭീമിലെ ക്യാരക്ടർ. അപ്പൊ എന്തായാലും സിനിമ കുടുംബമായി മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞാൽ ഇനിയിപ്പോ ഒരിക്കലും പറയല്ലോ എന്റെ വീടൊന്നും എനിക്ക് തിരിച്ച് പഠിപ്പിക്കാൻ പോകണമെന്നോ അങ്ങനെയൊന്നും പറയൂല അല്ലെ? PhD എടുക്കുന്നുണ്ടോ ഇനി? ഇല്ല, അതുമില്ല, എല്ലാം കഴിയും. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ അതിനാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ PG കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പൊ അത്രയും ഒരു ഗ്യാപ്പ് വന്നത് കൊണ്ട് ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. എവിടെയാ പഠിച്ചത്? പോണ്ടിച്ചേരിക്ക് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ എന്റെ ഡിഗ്രി ചെയ്തത് കൊച്ചിയിൽ തന്നെയാണ്, ഇവിടെ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്. അവിടെയാണ് എന്റെ ഡിഗ്രി. അത് കഴിഞ്ഞ് ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പോണ്ടിച്ചേരി അവിടെ PGക്ക് പോയത്. അപ്പോൾ ശരിക്കും ഈ സിനിമയിൽ വന്നിട്ടുള്ള, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ, ഈ ജീവിതത്തിൽ നിന്ന് വലിയൊരു മാറ്റം അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? കാരണം എല്ലാവരും ഈ സെൽഫി എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ, അതൊക്കെ എങ്ങനെയാണ് കാണുന്നതിനൊക്കെ? അതിനെ എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതിപ്പോ ഈ ഒരു പ്രൊഫഷന്റെ പാർട്ടാണ് എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല അത്രേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ആളുകൾ എന്നെ നോക്കുന്നു എന്നുള്ളത് പോലും എനിക്കൊരു ടെൻഷൻ തരുന്ന, അതാണ് എൻ്റെ ഒരു ബേസിക് നേച്ചർ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഞാൻ കുറേയൊക്കെ എന്നെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. മുമ്പ് ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പേര് ലിജോ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോൾ അതേന്ന് ഞാൻ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാലും എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഓക്കെയാണ്. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് എപ്പോഴും അത് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും? കുറവാണ്. ഈ പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യാറ്. സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. അല്ല, വിമർശനങ്ങളിൽ തളരാറുണ്ടോ? ഒരു സ്ഥിരം ചോദ്യം. ഇല്ല, തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ തിരുത്തണമല്ലോ. എല്ലാവരും കുറേ പേര് ഒരേ കാര്യം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയോ എന്തോ ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ ഒരു തകരാറുണ്ട് എന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. വിഷമം വരും തീർച്ചയായിട്ടും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ വരും. അപ്പോൾ വിഷമം വരും. പക്ഷെ അതിലങ്ങനെ തളർന്നിരിക്കാറില്ല. എന്താണെന്ന് അത് തിരിച്ചറിഞ്ഞ് നീ തിരുത്തി മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരമാണ് ലിജോ മോൾ. കാരണം വെച്ചാൽ എനിക്ക് ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ പിന്നെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. നമ്മളെ കുറച്ച് നമ്മളൊന്ന് കണ്ടപ്പോൾ, കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ഒരു വണ്ടിപ്രാന്തം വീട്ടിലുള്ളതുകൊണ്ട് കണ്ടേ പറ്റൂ. ഈ നമ്മുടെ പൊതുവെ അങ്ങനെ ഈ ഭാര്യമാരൊക്കെ നമ്മളെ കാണുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഉള്ളു വീട്ടിലെന്ന് പറയും. ഇവർക്ക് തന്നെ ഒരു പരിചയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നി. അപ്പം ഇനി എന്തായാലും തിരിച്ചെങ്ങോട്ടും അധ്യാപനത്തിലേക്കൊന്നും പോകണ്ട, നമ്മളെ പ്രിയപ്പെട്ട താരമായി തുടരുക. അപ്പം ഇനി എന്താണ് ഇപ്പം സിനിമയിലൊക്കെ ഇഷ്ടം പോലെ പൈസയൊക്കെ ഇല്ലേ, ഇനി എന്താ? അതുപോലെ ആരോടും സംവിധാനം ചെയ്യാൻ പോകും. അപ്പം ഇനി എങ്ങനെ നമ്മൾ നേരത്തെ ഓടിച്ച ഓടിയിലേക്കൊക്കെ മനസ്സ് പോയോ? അത് ഇടയ്ക്ക് പോകും തീർച്ചയായിട്ടും. നമ്മൾ പ്രീമിയം വെഹിക്കിൾസ് കാണുമ്പോഴൊക്കെ നമ്മൾ പല ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വണ്ടിയോട് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇപ്പം ഞങ്ങള് സ്വന്തമായിട്ട് ആദ്യമായിട്ട് എടുത്തൊരു വണ്ടിയാണ്, ഞങ്ങളുടെ ഒരു കല്യാണത്തിന്റെ സമയത്ത് എടുത്ത വണ്ടിയാണ്. സോ ആ ഒരു കാലം തൊട്ട്, ഞങ്ങൾ ഒരുമിച്ച കാലം തൊട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു വണ്ടി എന്നുള്ളത് കൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പ്ലാനുകളുണ്ട്, പക്ഷെ ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി എടുക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ എടുത്ത് നമുക്ക് ഒന്നുകൂടെ കാണണം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഉന്മാദത്തിനും
ലിജോ മോക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.